നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തമാകുന്നു. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊച്ചി കാലടി പ്ലാന്റേഷനിൽ തൊഴിലാളി ലയത്തിന് നേർക്ക് കാട്ടാന ആക്രമണം. കൊച്ചി കാലടി പ്ലാന്റേഷനിൽ തൊഴിലാളി ലയത്തിന് നേരെ കാട്ടാന ആക്രമണം. ആക്രമണത്തിൽ ലയത്തിനോട് ചേർന്നുള്ള താൽക്കാലിക ഷെഡ് കാട്ടാന തകർത്തു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 10ാം ബ്ലോക്കിൽ താമസിക്കുന്ന സത്യൻ്റെ ലയത്തിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇന്ന് വെളുപ്പിനായിരുന്നു സംഭവം. റൂമിനോട് ചേർന്ന് താൽക്കാലികമായി നിർമ്മിച്ച അടുക്കളയാണ് ആനക്കൂട്ടം തകർത്തത്. വർക്കലയിൽ 3 മത്സ്യത്തൊഴിലാളികൾക്ക് വെട്ടേറ്റു. ബുധനാഴ്ച വൈകിട്ട് 6:30 താഴെ വെട്ടൂർ ജംഗ്ഷനിലാണ് സംഭവം. വെട്ടൂർ സ്വദേശികളായ നൌഷാദ്, അല്ലമീൻ, ഷംനാദ് എന്നിവർക്കാണ് തലയ്ക്ക് വെട്ടേറ്റത്. കടൽ തീരത്ത് നിന്നും താഴെ വെട്ടൂർ ജംഗ്ഷനിലെത്തിയ ഇവരെ പ്രദേശവാസികളായ 5 പേരടങ്ങുന്ന സംഘമാണ് മർദ്ദിച്ചത്. ജംഗ്ഷനിലുണ്ടായിരുന്ന വെട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസിമുദ്ദീൻ ഇവരെ തടയാൻ ശ്രമിച്ചു. പിടിച്ചു മാറ്റുന്നതിനിടയിൽ നാസിമുദ്ദീന് മുഖത്ത് പരിക്കേറ്റു. നിലത്ത് വീണ 3 പേരെയും സംഘം വാളുപയോഗിച്ച് വെട്ടിയും മർദ്ദിച്ചും അപായപ്പെടുത്താൻ ശ്രമിച്ചു. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും സംഘം ഓടി രക്ഷപ്പെട്ടു. രാവിലെ മുതൽ ഇവർ 8 പേരും തമ്മിൽ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് അസഭ്യം വിളിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറഞ്ഞു. വെട്ടേറ്റ 3 പേരെയും വർക്കല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവരുടെ നില ഗുരുതരമാണെന്ന് പോലീസ് പറഞ്ഞു. ബിവറേജിന് തൊട്ടടുത്ത കട. ഡ്രൈഡേയിൽ മദ്യം വിറ്റ യുവാവ് അറസ്റ്റിൽ. വയനാട്ടിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ബിവറേജിനടുത്തുള്ള കടയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുളം മൂടക്കൊല്ലി മാവത്ത് നിതിനാണ് പിടിയിലായത്. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി കടയിൽ പരിശോധന നടത്തുകയായിരുന്നു. 500 മില്ലിയുടെ 9 ബോട്ടിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. മുള്ളൻ പന്നി ബൈക്കിന് കുറുകെ ചാടി. ടയറിൽ കുരുങ്ങിയതോടെ ആക്രമണം. യുവാവിന് പരിക്ക്. മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. താമരശ്ശേരി പള്ളിപ്പുറം തെക്കേ മുള്ളമ്പല്ലിൽ ലിജിലിനാണ് കാലിന് പരിക്കേറ്റത്. ലിജിൽ സഞ്ചരിച്ച ബൈക്കിന് കുറുകെ മുള്ളൻ പന്നി ഓടുകയായിരുന്നു. ബൈക്കിന്റെ ടയറിനുള്ളിൽ കുടുങ്ങിയതോടെ മുള്ളൻ പന്നി ലിജിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ ലിജിന്റെ വലത് കാലിലെ വിരലിൽ മുള്ള് തളച്ചു കയറുകയും ചെയ്തു. റോഡിൽ വീണുപോയ യുവാവിനെ ബഹളം കെട്ടെത്തിയ സമീപത്തെ വീട്ടുകാരാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ വെച്ച് മുള്ള് നീക്കം ചെയ്തെങ്കിലും അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു.